ആനവേട്ട സംബന്ധിച്ച അന്വേഷണത്തോട് മുഖം തിരിച്ച് കേരള വനം വകുപ്പ് 2 വർഷം മുൻപ് അച്ചൻകോവിൽ വനമേഖലയിൽ 3 ആനകളെ വെടിവെച്ച് വീഴ്ത്തി കൊമ്പെടുത്തവരെ തമിഴ്നാട് പോലീസ് പിടികൂടി. തമിഴ്നാട് പോലീസ് വിവരങ്ങൾ കൈമാറിയിട്ടും സംഭവം അതീവ രഹസ്യമാക്കി വെക്കുകയാണ് സംസ്ഥാന വനം വകുപ്പ്. കൊലപാതക കേസിൽ 6 പേരെ തമിഴ്നാട്ടിലെ ചെങ്കോട്ട പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേരളത്തിലെ ആനവേട്ട സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. ഓട്ടോറിക്ഷയിൽ ലോറിയിടിച്ച് 6 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഈ വർഷം ജനുവരി 13-നാണ് 6 പേരെ ചെങ്കോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം ചെങ്കോട്ട അതിർത്തിയിലെ പുളിയറ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് വനം മന്ത്രി കെ രാജുവിന്റെ മണ്ഡലമായ പുനലൂരിൽ ഉൾപ്പെട്ട അച്ചൻകോവിൽ വനം ഡിവിഷനിൽ നിന്ന് 3 ആനകളെ വെടിവെച്ച് വീഴ്ത്തി 6 കൊമ്പുകളെടുത്ത് കേരളത്തിൽ വിൽപ്പന നടത്തിയതായി പ്രതികൾ കുറ്റസമ്മതം നടത്തിയത്. ആര്യങ്കാവ് വനമേഖലയിൽ നിന്ന് ചന്ദനവേട്ട നടത്തിയതായും കൊലപാതക കേസിൽ അറസ്റ്റിലായവർ നൽകിയ കുറ്റസമ്മത മൊഴിയിൽ വെളിപ്പെടുത്തുന്നു. കേസിൽ ഉൾപ്പെട്ട ശേഷം വനമേഖലയിൽ ഒളിവിൽ കഴിയവെയാണ് ആനവേട്ടയും ചന്ദനവേട്ടയും നടത്തിയതെന്നും പ്രതികൾ വെളിപ്പെടുത്തി. കുറ്റസമ്മത മൊഴിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഇവരുടെ അറസ്റ്റ് സംബന്ധിച്ച് എഫ്ഐആറിന്റെ പകർപ്പും ആനവേട്ട സംബന്ധിച്ച വിവരങ്ങളും കേരള വനം വകുപ്പിന് കൈമാറിയതായി ചെങ്കോട്ട CI പ്രതാപൻ ന്യൂസ് 18നോട് സമ്മതിച്ചു. ഇത് നമ്മുടെ ഫോറസ്റ്റിനെ കേരള ഫോറസ്റ്റിനെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ചന്ദനമൂർത്തി എഫ്ഐആർ ആര്യങ്കാവ് സാർ ഇട്ടില്ല. ഒരു 20 kgs പിടിച്ചു. കൊലപാതക കേസിൽ ചെങ്കോട്ട പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ ഇപ്പോൾ തമിഴ്നാട് പാളയംകോട്ട ജയിലിലാണ്. എന്നാൽ ആനവേട്ട സംബന്ധിച്ച വ്യക്തമായ വിവരം ലഭിച്ചിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ വനം വകുപ്പ് തയ്യാറാകാത്തത് ദുരൂഹമാണ്. കേസിൽ വേണ്ടത്ര തെളിവില്ലെന്ന വാദമാണ് വനം വകുപ്പ് ഉയർത്തുന്നത്. എന്നാൽ ആദ്യം കേസെടുത്ത് അന്വേഷിക്കുകയാണ് വേണ്ടതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങൾ അതീവ രഹസ്യമാക്കി വയ്ക്കാനും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ട്. വനം മന്ത്രി കെ രാജുവിന്റെ മണ്ഡലത്തിൽ കാട്ടാനവേട്ട നടന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത് വേലി തന്നെ വിളവ് തിന്നുന്നതിന് സമാനമായ സംഭവമാണ്. കാട്ടാനവേട്ട സംബന്ധിച്ച വ്യക്തമായ വിവരം ലഭിച്ചിട്ടും കേസെടുക്കാൻ തയ്യാറാകാത്ത വനം വകുപ്പിന്റെ നടപടിയെക്കുറിച്ചും വനം മന്ത്രി സമാധാനം പറയേണ്ടി വരും. അച്ചൻകോവിൽ DF ഓഫീസിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ടിങ്കു രാജശേഖരനൊപ്പം ബിജു ഗോപിനാഥ്, ന്യൂസ് 18.